അടങ്ങിയോടെ നിക്ക്. അങ്ങനെ ലാസ്റ്റ് അടിപിടിയും ഗുസ്തിയൊക്കെ കഴിഞ്ഞതാ ഇറങ്ങിയിട്ട് ഒരുങ്ങിയിട്ട്. അപ്പം ഞങ്ങൾ ഇന്ന് പോകുന്നത് ഗ്രാൻഡ് ഹയാറ്റിലെ മലബാർ കഫേയിൽ ഒരു ബ്രഞ്ച് പാർട്ടിക്കാണ്. ഞങ്ങളുടെ ഫ്രണ്ട്സും ഉണ്ട്, അവരും ഫാമിലിയായിട്ട് ഇപ്പം എത്തും. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി. അപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് അവർ വരുന്നത്. അപ്പോഴേക്കും ഞങ്ങൾ കയറി ഞങ്ങൾ സീറ്റൊക്കെ ഒന്ന് കണ്ടുപിടിക്കാനുള്ള പ്ലാനിലാട്ടോ. ഞാൻ ആ ടേബിൾ സെറ്റാക്കിയിട്ടുണ്ട്. ഈ ആനക്കുട്ടി എപ്പോൾ ഇവിടെ മലബാർ കഫേയിൽ വന്നാലും ഫസ്റ്റ് ചോദിക്കാം, അമ്മ ഷെഫ് ലേതേ എവിടെയെന്ന് കേട്ടോ. കുട്ടികൾക്കും വലിയ ആൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു ക്യാരക്ടറായിട്ട് ഷെഫ് ലതയുടെ. നന്നായിട്ട് സംസാരിക്കും, കുട്ടികൾക്ക് ഭയങ്കര കാര്യമാണ്. അങ്ങനെ ഷെഫ് ലതയോടൊക്കെ സംസാരിച്ചു ഞാൻ നേരെ പോയിട്ട് നോക്കിയത് എന്തൊക്കെയാണ് അവർ കൊണ്ടുവച്ചിരിക്കുന്ന സ്വീറ്റ് ഐറ്റംസ്. അതിനാണ് എന്നെ കണ്ടപ്പോൾ തന്നെ കൺട്രോൾ ചെയ്യും. പക്ഷെ എന്നാലും ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടല്ലേ നമുക്ക് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതിനുള്ള ഒരു ഡയറ്റുമില്ല. ഇന്ന് ആവശ്യത്തിലധികം നന്നായിട്ട് ഭക്ഷണം കഴിക്കണം വിചാരിച്ചിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നത്. ഞാൻ ഒതുങ്ങിയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴില്ലേ മുന്നോട്ട് പറയണേ, ഇപ്പം നിന്നെ കാണുമ്പോൾ LDFിൻ്റെ കൊടി പോലെയുണ്ട്. അവർ നിന്നെ കണ്ടെങ്കിൽ തന്നെ തൂക്കിക്കൊണ്ടുപോകുന്നു. എന്താ അല്ലേ? കുറച്ച് സമയത്ത് വെയിറ്റിങ്ങിന് ശേഷം ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ കണ്ടപ്പോൾ തന്നെ സംസാരിച്ചു. പിന്നെ ഷെഫ് ലതയും ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സംസാരം കഴിഞ്ഞ ശേഷം ഷെഫ് ലത പറഞ്ഞു, വാ നമുക്ക് ബലൂൺസൊക്കെ നോക്കാം, മാജിക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് പിള്ളേരെയും കൂട്ടി അങ്ങോട്ടേക്ക് പോവാട്ടോ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്, എന്ത് ഭംഗിയിലാണെന്നറിയോ പാടുന്ന, എന്ത് രസമാണെന്ന്. നമ്മളിങ്ങനെ ഇതിലിങ്ങനെ വഴങ്ങിയിരുന്നു പോകുന്ന രീതിയിലുള്ള വോയിസ് ആട്ടോ. പുള്ളിയുടെ അടിപൊളി രക്ഷയുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സാണ് സ്റ്റിക്കർ കൊണ്ട് ഞാൻ വന്നെനിക്ക് ഒട്ടിച്ച് വെക്കാൻ. എനിക്ക് ഒട്ടിച്ച് വെക്കാൻ സ്റ്റിക്കർ.
ഹോട്ടോഗല്ലേ എന്താ വിവരം ഒരു ചക്ക തരുമോ അപ്പോൾ ഹൈസ്കൂട്ടിൻ്റെ കയ്യിൽ ഒരു ചക്കച്ചോളം വാങ്ങിച്ച് കഴിച്ചു. എന്തോ ടേസ്റ്റ്. എനിക്ക് ഇപ്പം കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോഴും ഞാൻ കഴിക്കാം. അത്രയും എനിക്കിപ്പം കഴിക്കണം എന്നൊക്കെ തോന്നുന്നത് കണ്ടിട്ട്. ഒരു കാരണവശാലും വേണം. എന്നിട്ട് വേണം നാളെ വന്നിട്ട് അവനാണെങ്കിൽ എന്താ കഴിച്ചു കഴിച്ചു വേണമായിരുന്നോ അങ്ങനെ ഞങ്ങൾ പോകുന്നത്. പിന്നെ ഞാനെക്കുട്ടിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാന്നുണ്ട്. ഇപ്പോൾ കേക്ക് പറഞ്ഞു ഞാനൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒരു പുറത്ത് നമ്മൾ ഫുഡ് കഴിച്ചതിന് പുറത്ത് ഒരു സ്പേസ് ഉണ്ട്, അവിടെ വെച്ചു. അതിനുശേഷം ഞാനക്കുട്ടീനെയൊക്കെ വിളിച്ച് അത് സർപ്രൈസ്. അവളത് എന്താ പറയുക, അവളത് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ബർത്ത്ഡേ മൺഡേ ആണല്ലോ, ഞങ്ങളിപ്പോൾ സൺഡേ ആണ് പോയിരിക്കുന്നത്. പിന്നെ അവൾ ഭയങ്കര കഴിയുന്ന തിരക്കിലാണ്. അങ്ങനെ ഞങ്ങൾ കണ്ണയ്ക്ക് വേണ്ടി അവളെ ഇത് കേക്കൊക്കെ വേണ്ടി കൊണ്ടുവന്നു. ഞാൻ ചെയ്യണോ? ഞാൻ ചെയ്യാം. കൊച്ചിനെ കൊണ്ട് ചേച്ചി കൊടുക്കാം. ചേച്ചി Happy birthday, Anna. Thank you. Happy birthday to you. Happy birthday to you. Happy birthday, Anakutta. Happy birthday to you. Yay, 7 years. Happy birthday, Anakutta. അമ്മയ്ക്ക് അമ്മ അച്ഛ അമ്മയുടെ അച്ഛൻ്റെ 7th ഹാപ്പി 7th അമ്മയുടെ അച്ഛാടെ ഹാപ്പി ബർത്ത്ഡേ മൈ ഗോഡ് ബ്ലെസ് യു.
നല്ല മധുരം. ഇതോട് വേണമെങ്കിൽ എടുത്തിട്ട് വാ. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ബാക്കിയുള്ള കേക്കൊക്കെ ഇതേ പാർസലാക്കി എടുത്തു കേട്ടോ. 2 ബോക്സിലാക്കി ഞങ്ങൾ എടുത്തു. അതിനുശേഷം എന്താ വീട്ടിൽ പോകാമെന്ന് വെച്ചു. അപ്പോഴേക്കും എല്ലാം അവർ പൂട്ടി ക്ലീൻ ചെയ്തു. അടുത്ത് ഡിന്നറിൻ്റെ പരിപാടി അവരോട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത്. എനിക്ക് തോന്നുന്നു നമ്മൾ മാത്രമേ ഇപ്പോൾ അവിടെ ഉള്ളൂ, പിന്നെ അവിടുത്തെ സ്റ്റാഫും മാത്രം. ബാക്കി എല്ലാവരും വീട്ടിലെത്തി ഉറക്കം തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വന്ന് നിൽക്കാം കേട്ടോ. എന്നിട്ടും നമ്മളെ സംസാരമൊന്നും തീരുന്നില്ല. അതിനിടയിൽ ഈ മക്കൾസ് അവരുടെ ബലൂൺസൊക്കെ എടുക്കാൻ വിട്ടുപോയി എന്ന് പറഞ്ഞ് പിന്നെയും തിരിച്ചു പോയത് ബലൂൺസൊക്കെ എടുക്കാം. ആ സാറിൽ ഒന്ന് ഞാനൊക്കെ കൊടുത്തിട്ടേരും ഹേസു പോരെ. പിന്നെ പോവാം. ശരി, വാ. താങ്ക് യു സോ മച്ച്. ഓടിപ്പോയി വേഗം പോയി പറ. താങ്ക് യു സോ മച്ച് പറ. അങ്ങനെ ഞങ്ങളിതാ 2 വഴിക്ക് പോവുകയാണ്. അവർ അവരുടെ വീട്ടിലേക്കും ഞങ്ങളെ വീട്ടിലേക്കും. എനിക്കിതിന് ശേഷം എൻ്റെ ഡാൻസ് സ്കൂളുണ്ട് ക്ഷേത്ര, അതിൻ്റെ ആനുവൽ ഡേ ആയിരുന്നു. ആക്ച്വലി ഞാനും കളിക്കേണ്ടതാണ് ഈ സ്റ്റേജിൽ. പക്ഷേ എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് കാരണം എനിക്ക് കണ്ടിന്യൂസ് ക്ലാസ്സിന് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഡ്രോപ്പ് ചെയ്തു കേട്ടോ. ഞാൻ പിന്നെ നിന്നില്ല, ഡാൻസിലൊന്നും നിന്നില്ല. എനിക്ക് അത്രയും ഹെൽത്ത് ഭയങ്കര വീക്കായിരുന്നു. അങ്ങനെ ഇതാ കിൻഫ്രൈ നമ്മുടെ കാക്കനാട് കിൻഫ്രയിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ പരിപാടി. അങ്ങനെ ഞാൻ എന്നെ പിക്ക് ചെയ്യാൻ രുജു വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും രുജുവും കൂടി അവിടെ എത്തിയിട്ടോ. നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് പറയുന്നത് കൈബക്കറായിരുന്നു. എത്തിയ സമയത്ത് ഞാൻ എത്തിയത് സെൽഫി എടുക്കാത്തതെന്നൊക്കെ ചോദിക്കാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒന്ന് കണ്ടു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങിട്ടോ. താര വന്നു, പിന്നെ അമ്മ ഉണ്ടായിരുന്നു, അരുൺ ചേട്ടൻ ഉണ്ടായിരുന്നു, സച്ചിൻ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളവിടെ നിന്ന് കുറച്ച് സമയം ഫോട്ടോസൊക്കെ എടുത്തു. നല്ല ലൈറ്റ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വയസ്സ് മുതൽ ഒരു 10-15 വയസ്സ് വരെയുള്ള ആന്റിമാരൊക്കെ ഇവിടെ ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിന്നേഴ്സിനെ കാത്തിരിക്കുന്നത് കിട്ടിലൻ സർപ്രൈസ് ആണ്. അപ്പോൾ 4 വിന്നേഴ്സ് ആണ് നമുക്കുള്ളത്. ഫസ്റ്റ് വിന്നർ ഈസ് ബിജോയ് ടീം. ഡാൻസ് മൂവ്മെന്റ്സ്, സോങ്സ് അതിനിടയിൽ എനിക്കൊന്ന് നറുക്കെടുപ്പും ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അവർ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.